Question number 41. The deposit by local fund are accounted in treasury as. ലോക്കൽ ഫണ്ട് നിക്ഷേപങ്ങൾ അക്കൗണ്ട് ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ പബ്ലിക് അക്കൗണ്ട്. Question number 42. Treasury saving bank account can be opened with a minimum initial deposit of. ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുറക്കാനുള്ള ഏറ്റവും കുറഞ്ഞ നിക്ഷേപം എത്രയാണ്? ആൻസർ ₹100 അഥവാ 100 രൂപയാണ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുറക്കാനുള്ള ഏറ്റവും കുറഞ്ഞ നിക്ഷേപം. Question number 43. A public account cannot be opened by. താഴെ പറയുന്നവയിൽ ആർക്കാണ് ഒരു ട്രഷറിയിൽ ഒരു പബ്ലിക് അക്കൗണ്ട് തുറക്കാൻ കഴിയാത്തത്? ആൻ ഇൻഡിവിജ്വൽ. ആൻസർ ആൻ ഇൻഡിവിജ്വൽ. ഒരു പൗരന് ആണ് ഒരു ട്രഷറിയിൽ ഒരു പബ്ലിക് അക്കൗണ്ട് തുറക്കാൻ കഴിയാത്തത് എന്നാണ്. അതിൽ ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് ബി എ ഗ്രാമപഞ്ചായത്ത്, ഓപ്ഷൻ സി ഹെഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓപ്ഷൻ ഡി മുകളിൽ എല്ലാം എന്നാണ്. ആൻസർ ഒരു പൗരന് എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 44. TSB അക്കൗണ്ട്സ് അഥവാ ട്രഷറി സേവിംഗ് ബാങ്ക് അക്കൗണ്ട് നോട്ട് ഓപ്പറേറ്റഡ് ഫോർ ഹൗ മെനി ഇയേഴ്സ് ആർ ട്രീറ്റഡ് ആസ് അൺഓപ്പറേറ്റഡ് അക്കൗണ്ട്. തുടർച്ചയായി എത്ര വർഷം ഇടപാടുകൾ നടത്താത്ത ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് അൺഓപ്പറേറ്റഡ് അക്കൗണ്ടായി കരുതുന്നത്? ആൻസർ 5 years എന്നാണ്, അഥവാ 5 വർഷം. Question number 45. Which among the following amount is not intended to deposit in public account? താഴെ പറയുന്നവയിൽ ഏത് തുകയാണ് ട്രഷറി പബ്ലിക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ കഴിയാത്തത്? ആൻസർ എന്താണ്? ഓപ്ഷൻ എ കൊടുത്തത് നമുക്ക് നോക്കാം. ഇതിൽ സർക്കാർ അഥവാ ഗവൺമെൻറ് മണി, ഓപ്ഷൻ ബി മണി റിസീവ്ഡ് ഫോർ ദ ക്രെഡിറ്റ് ഓഫ് ഗവൺമെൻറ്, സർക്കാർ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിനായി ലഭിച്ച തുക, ഓപ്ഷൻ സി സർക്കാർ ഫണ്ടിൽ നിന്നും പിൻവലിച്ച തുക, മണി ഡ്രോൺ ഫ്രം ട്രഷറി ഫോർ എക്സ്പെൻഡിച്ചർ ഓൺ അക്കൗണ്ട് ഓഫ് ഗവൺമെൻറ്, മുകളിൽ എല്ലാം. ഓപ്ഷൻ ഡി മുകളിലെല്ലാം എന്നാണ്. അപ്പം ആൻസർ മുകളിലെല്ലാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നോക്കൂ, സർക്കാർ പണം സർക്കാർ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിന് ലഭിച്ച തുക, സർക്കാർ ഫണ്ടിൽ നിന്നും പിൻവലിച്ച തുക എന്നിവയൊക്കെ ട്രഷറി പബ്ലിക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ കഴിയാത്തതാണ് എന്ന് മനസ്സിലാക്കുക. Question number 46. The minimum period of treasury fixed deposit is. ട്രഷറി സ്ഥിര നിക്ഷേപത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ കാലയളവ് എത്രയാണ്? ആൻസർ 6 months, 6 മാസം. അതാണ് ട്രഷറി സ്ഥിര നിക്ഷേപത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ കാലയളവ് എന്ന് മനസ്സിലാക്കുക. Question number 47. The procedure for preparation and presentation of arrear pay bill is given in. കുടിശ്ശിക ശമ്പള ബില്ലുകൾ തയ്യാറാക്കുന്നത് സംബന്ധിച്ച ചട്ടങ്ങൾ ഏതെല്ലാം എന്നാണ്? ആൻസർ റൂൾ 176 കേരള ട്രഷറി കോഡ് വോളിയം 1 അഥവാ ചട്ടം 176 കേരള ട്രഷറി വോളിയം 1 എന്നാണ് ആൻസർ. Question number 48. The period of
preservation of transfer of charge certificate is? ട്രാൻസ്ഫർ ചാർജ് സർട്ടിഫിക്കറ്റിൻ്റെ സൂക്ഷിപ്പ് കാലാവധി എത്രയാണ്? ദ പീരീഡ് ഓഫ് പ്രിസർവേഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജസ് സർട്ടിഫിക്കറ്റ് ഈസ് 3 ഇയർ ആണ്. 3 വർഷമാണ് ഒരു ട്രാൻസ്ഫർ ചാർജ് സർട്ടിഫിക്കറ്റിൻ്റെ സൂക്ഷിപ്പ് കാലാവധി. Question number 49. Refund of lapsed deposit is accounted as. കാലഹരണപ്പെട്ട നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് അക്കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻസർ മിസ്ലേനിയസ് റീഫണ്ട് എന്ന പേരിലാണ് കാലഹരണപ്പെട്ട നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുക്കുന്നത്. ഓക്കെ. Question number 51. The form in which a person whose pension is terminable on attaining majority shall furnish a declaration specifying the event has not taken place is. ഫാമിലി പെൻഷൻ വാങ്ങുന്ന പ്രായപൂർത്തിയാകാത്ത ഒരാൾ തനിക്ക് പ്രായപൂർത്തിയായില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഫോറം ഏതാണ്? ആൻസർ TR81A. ഓക്കെ. Question number 52. Who is responsible for entries in column 11 of TR74 Treasury Bill Book? TR74 Treasury Bill Bookൻ്റെ 11ാം കോളം പൂരിപ്പിക്കുന്നത് ആരാണ്? ആൻസർ ട്രഷറി ഓഫീസർ എന്നാണ്. Question number 53. The annual life certificate of a pensioner insisted as per. ഒരു പെൻഷനർക്ക് വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്ന ചട്ടം ഏതാണ്? ആൻസർ റൂൾ 280 KTC വോളിയം 1 അഥവാ ചട്ടം 280 കേരള ട്രഷറി കോഡ് വാല്യൂം 1 ഒരു പെൻഷനർക്ക് വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്ന ചട്ടമാണ് ഈ പറയുന്നത്. Question number 54. The objection slip shall be prepared by treasury officer in form. ഒരു ട്രഷറി ഒബ്ജക്ഷൻ സ്ലിപ്പിൻ്റെ ഫോറം ഏതാണ്? ആൻസർ TR73 അഥവാ TR73 ആണ് ട്രഷറി ഒബ്ജക്ഷൻ സ്ലിപ്പിൻ്റെ ഫോറം. Question number 55. The period of validity of authorization issued by Accountant General is. അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓതറൈസേഷൻ ലെറ്ററിൻ്റെ കാലപരിധി എത്രയാണ്? ആൻസർ 3 months അഥവാ 3 months ആണ് ഒരു അക്കൗണ്ട് ജനറലിൻ്റെ ഓതറൈസേഷൻ ലെറ്ററിൻ്റെ കാലപരിധി. Question number 56. A grant in aid claim of a private institution shall be passed by the treasury officer on the strength of. ഒരു സ്വകാര്യ സ്ഥാപനത്തിന് സർക്കാർ ധനസഹായം ലഭിക്കുന്നതിന് തയ്യാറാക്കുന്ന ബില്ല് ട്രഷറി ഓഫീസർ പാസ്സാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആൻസർ കൗണ്ടർ സിഗ്നേച്ചർ ബൈ അതറൈസ്ഡ് ഡിപ്പാർട്ട്മെൻ്റൽ ഓഫീസർ. പ്രത്യേകം ചുമതലപ്പെട്ട വകുപ്പ് തല ഓഫീസറുടെ അനുവാദ പത്രികയോടുകൂടിയാണ് ഒരു സ്വകാര്യ സ്ഥാപനത്തിന് സർക്കാർ ധനസഹായം ലഭിക്കുന്നതിന് തയ്യാറാക്കുന്ന ബില്ല് ട്രഷറി ഓഫീസർ പാസ്സാക്കുന്നത്. ഒരു സ്വകാര്യ സ്ഥാപനത്തിന് സർക്കാർ ധനസഹായം ലഭിക്കുന്നതിന് തയ്യാറാക്കുന്ന ബില്ല് ട്രഷറി ഓഫീസർ പാസ്സാക്കുന്നത് പ്രത്യേകം ചുമതലപ്പെട്ട വകുപ്പ് തല ഓഫീസറുടെ അനുവാദ പത്രിക അഥവാ കൗണ്ടർ സിഗ്നേച്ചർ ബൈ അതറൈസ്ഡ് ഡിപ്പാർട്ട്മെൻ്റൽ ഓഫീസർ.
Question number 57. As per account code foreign remittance means കേരള അക്കൗണ്ട് കോഡ് പ്രകാരം ഫോറിൻ റെമിറ്റൻസ് എന്നാൽ എന്താണ്? കേരള അക്കൗണ്ട് കോഡ് പ്രകാരം ഫോറിൻ റെമിറ്റൻസ് എന്നാൽ എന്താണ്? റെമിറ്റൻസ് ബിറ്റ്വീൻ എനി ടു ട്രഷറീസ് അണ്ടർ ഡിഫറെൻറ്റ് ഗവൺമെൻറ്. ആൻസർ: വിവിധ സർക്കാരുകൾക്ക് കീഴിലുള്ള ട്രഷറികൾ തമ്മിലുള്ള പണമടവിനെയാണ് കേരള അക്കൗണ്ട് കോഡ് പ്രകാരം ഫോറിൻ റെമിറ്റൻസ് എന്ന് പറയുന്നത്. Question number 58. Details of revenue deposit are to be entered in a register in the form of. റവന്യൂ ഡെപ്പോസിറ്റിൻ്റെ വിശദാംശങ്ങൾ എഴുതുന്ന രജിസ്റ്ററിൻ്റെ ഫോറമാണ് TA13 അഥവാ TA13. ആൻസർ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. റവന്യൂ ഡെപ്പോസിറ്റിൻ്റെ വിശദാംശങ്ങൾ എഴുതുന്ന രജിസ്റ്ററിൻ്റെ ഫോറം TA13. Question number 59. A civil court deposit which is unclaimed for dash years will be lapsed. സിവിൽ കോടതി നിക്ഷേപങ്ങൾ കാലഹരണപ്പെടുന്നത് എത്ര വർഷം കഴിയുമ്പോഴാണ്? ആൻസർ സി 3 വർഷം അഥവാ 3 years ആണ് ഒരു സിവിൽ കോടതി നിക്ഷേപങ്ങൾ കാലഹരണപ്പെടുന്നത്. ഓക്കെ. Question number 60. Register or repayment of deposit is prepared in form. ഒരു ഡെപ്പോസിറ്റ് റീപേയ്മെൻറ്റ് രജിസ്റ്ററിൻ്റെ ഫോറം ഏത്? ആൻസർ TA14 ആണ് ഒരു രജിസ്റ്റർ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് റീപേയ്മെൻറ്റ് രജിസ്റ്ററിൻ്റെ ഫോറം. Question number 61. Restriction for direct appropriation of public money is given in. പൊതുപണം നേരിട്ട് ചെലവഴിക്കുന്നത് നിയന്ത്രിക്കുന്ന ചട്ടം ഏത്? ആൻസർ ബി, ഓപ്ഷൻ ബി, റൂൾ 6 അഥവാ കേരള ട്രഷറി കോഡ് വോളിയം 1 അഥവാ ചട്ടം 6 കേരള ട്രഷറി കോഡ് വാല്യം 1 പൊതുപണം നേരിട്ട് ചെലവഴിക്കുന്നത് നിയന്ത്രിക്കുന്ന ചട്ടം. Question number 62. The bill form for drawing advance from General Provident Fund is provided in. ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നും മുൻകൂർ തുക പിൻവലിക്കുന്നതിനുള്ള ഫോറം നിഷ്കർഷിക്കുന്നത് എവിടെയാണ്? ആൻസർ ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് അഥവാ കേരള റൂൾസ്. ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് കേരള അഥവാ ചട്ടങ്ങളിലാണ് ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നും മുൻകൂർ തുക പിൻവലിക്കുന്നതിനുള്ള ഫോറം നിഷ്കർഷിക്കുന്നത്. Question number 64. Which of the following item is not exempted from budgetary control? താഴെ പറയുന്നവയിൽ ഏതാണ് ബഡ്ജറ്റ് നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കാത്ത ആനുകൂല്യം? അപ്പം ആൻസർ എന്താണ്? ട്രാവൽ എക്സ്പെൻസ് ആണ്. ഇപ്പോൾ ഒഴിവാക്കുന്നതൊക്കെ ഏതാണ്? പേ. ആൻസർ ഓപ്ഷൻ എ പേ പറയുന്നുണ്ട്. ഓപ്ഷൻ ബി ഡിയർനെസ് അലവൻസ് പറയുന്നുണ്ട്. ഹൗസ് റെൻ്റ് അലവൻസ് പറയുന്നുണ്ട്. അതിൽ ആൻസർ യാത്രാപ്പടിയാണ് ബജറ്റ് നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കാത്ത ആനുകൂല്യം എന്നിവ മനസ്സിലാക്കുക. Question number 65. Payment from personal deposit can be made by. ഒരു പേഴ്സണൽ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നിന്നുള്ള പിൻവലിക്കലുകൾ നടത്തുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം. ആൻസർ ചെക്ക് വഴി. ഓപ്ഷൻ എ ചെക്സ് എന്നാണ് ആൻസർ. Question number 66. Which of the following is not a treasury account? താഴെ പറയുന്നവയിൽ ഏതാണ് ട്രഷറി അക്കൗണ്ട് അല്ലാത്തത് എന്നാണ്. ആൻസർ
ഓപ്ഷൻ ഡി കറൻറ്റ് അക്കൗണ്ട് എന്നാണ് ആൻസർ. അപ്പോൾ ട്രഷറി അക്കൗണ്ട് ആണ് എന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ ഏതൊക്കെ നോക്കണം? ഓപ്ഷൻ എയും ബിയും സിയും നോക്കിയാൽ മനസ്സിലാവും. ഓപ്ഷൻ എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഓപ്ഷൻ ബി പി ഡി അക്കൗണ്ട്, ഓപ്ഷൻ സി സ്ഥിര നിക്ഷേപ അക്കൗണ്ട് അഥവാ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അപ്പോൾ അതൊക്കെ ട്രഷറി അക്കൗണ്ടും അല്ലാത്തത് കറണ്ട് അക്കൗണ്ടുമാണ് എന്ന് മനസ്സിലാക്കുക. Question number 67. Who fix the maximum normal cash balance of treasury? ട്രഷറിയിലെ മാക്സിമം നോർമൽ ക്യാഷ് ബാലൻസ് നിശ്ചയിക്കുന്നത് ആരാണ്? ആൻസർ ഗവൺമെൻറ് ആണ് ട്രഷറിയിലെ മാക്സിമം നോർമൽ ക്യാഷ് ബാലൻസ് നിശ്ചയിക്കുന്നത്. Question number 68. The rule pertaining to report of lost check. ഒരു ഡ്രോയിങ് ഓഫീസർ നൽകിയ ചെക്ക് നഷ്ടപ്പെട്ടു പോയാൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സംബന്ധിച്ച ചട്ടം ഏതാണ്? ആൻസർ റൂൾ 250 കേരള ട്രഷറി കോഡ് വോളിയം 1 അഥവാ ചട്ടം 250 കേരള ട്രഷറി കോഡ് വാല്യം 1 ആണ്. ഒരു ഡ്രോയിങ് ഓഫീസർ നൽകിയ ചെക്ക് നഷ്ടപ്പെട്ടു പോയാൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ പ്രതിപാദിക്കുന്നത്. Question number 69. Ways and means advance is granted by. വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് അനുവദിക്കുന്നത് ആരാണ്? ആൻസർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ റിസർവ് ബാങ്ക് ആണ് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് അനുവദിക്കുന്നത്. Question number 70. The education grant in aid bill is prepared in. ഒരു വിദ്യാഭ്യാസ ഗ്രാൻറ്റ് വാങ്ങുന്നതിന് തയ്യാറാക്കുന്ന ബിൽ ഫോറം ഏതാണ്? TR-46 ആണ് ഒരു വിദ്യാഭ്യാസ ഗ്രാൻറ്റ് വാങ്ങുന്നതിന് തയ്യാറാക്കുന്ന ബിൽ ഫോറം എന്നിവ മനസ്സിലാക്കുക. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ കോഡുകൾ തന്നെ കൂടുതലായി അഥവാ കേരള ട്രഷറി കോഡിലെ ഏത് ഫോംസാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു എക്സാം പാസ്സാവുന്നതാണ്. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുവാൻ ശ്രമിക്കുക. ഓക്കെ, ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.